നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെക്സിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ കാർലോസ് ടോറയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിൻഡിമിൽ അറ്റാക്ക് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1927 ഡുപ്രെ എന്നൊരു ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ ഡുപ്രെ വൈറ്റ് സൈഡും ടോറെ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഫിലിഡോർ ഡിഫൻസ് ആണ്. ഇവിടെ D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നതാണ് വൈറ്റിൻ്റെ മെയിൻ മൂവ്. വൈറ്റ് അത് തന്നെ ചെയ്യാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വെട്ടണമെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ വെട്ടാൻ കിട്ടിയ പോണിനെ വെട്ടിയെടുക്കുന്നില്ല. പകരം വൈറ്റിന് വെട്ടുന്നതിനായിട്ട് ഒരു പോണിനെ തിരിച്ചു കൊടുക്കുകയാണ്. F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ തിരിച്ചു കൊടുക്കുന്നു. ഇത് ഫിലിഡോർ കൗണ്ടർ ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ളൊരു വേരിയേഷനാണ്. ബ്ലാക്ക് ഇപ്പോൾ F5 മൂവ് ചെയ്തതോടെ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് നല്ലോണം വീക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ വളരെ വേഗത്തിൽ ട്രാപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു ഗാംബിറ്റാണിത്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടിരിക്കുകയാണെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ തിരിച്ചിട്ടെടുക്കുകയാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം ബ്ലാക്കിൻ്റെ ഈ വീക്ക്നെസ് മുതലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ആവാത്ത പീസുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ ടോറെ അത് ചെയ്യുന്നില്ല. ടോറെ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ തിരിച്ചിട്ടെടുക്കുകയോ അല്ലെങ്കിൽ കാസിങ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുകയാണ് വൈറ്റിൻ്റെ മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇത് രണ്ടും ചെയ്യുന്നില്ല. വൈറ്റ് ഇവിടെ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് പോൺ ഉപയോഗിച്ച് പോണിനെ എടുത്തുകൊണ്ട് ഈ ഫയൽ ഓപ്പൺ ആയി കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിനെയും ക്വീനെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ടോറ ആ ട്രാപ്പിൽ വീഴുകയാണ്. ക്വീനെ E7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ബിഷപ്പ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. എന്നാൽ ഇവിടെ വൈറ്റിൻ്റെ ട്രാപ്പ് സക്സസ് ആവണമെങ്കിൽ ഈ ഫയൽ ക്ലോസ് ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ D2ലേക്ക് മാറ്റിക്കൊണ്ട് ഈ ചെക്ക് ഒഴിവാക്കുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ പിൻ ചെയ്യുകയും ആ ക്വീനെ നേടിയെടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ തൻ്റെ കിങ്ങും ക്വീനും ഇതുപോലൊരു ഓപ്പൺ ഫയലിലാണുള്ളതെന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്ത പ്ലെയറെ പോലെയാണ് ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത്. ബ്ലാക്ക് ഈ അറ്റാക്കിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം G6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ട്രാപ്പ് സക്സസ് ആയിരിക്കുകയാണ്. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ആ ക്വീൻ പിന്നിങ്ങിലായതുകൊണ്ട് തന്നെ ക്വീൻ എങ്ങോട്ടെങ്കിലും മാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ ക്വീൻ നഷ്ടപ്പെടുകയും ഉടൻ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയും ചെയ്യും എന്നാണ് വൈറ്റ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വളരെ മികച്ചൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ബ്ലാക്ക് ശക്തമായി ഗെയിമിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്ലാക്ക് നേരത്തെ മൂവ് ചെയ്ത G6 എന്ന മൂവ് അത് വെറുതെ മൂവ് ചെയ്തതല്ല, വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് അദ്ദേഹം ആ മൂവ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ വൈറ്റിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നില്ല ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ബ്ലാക്കോട് ഉദ്ദേശിച്ചത് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുക എന്നതാണ്. ബ്ലാക്ക് ആ ബിഷപ്പ് വെച്ചാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ബിഷപ്പിനെ H6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫയൽ മുഴുവൻ ക്വീൻ്റെ കൺട്രോളിലായതിനാൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. C3 സ്കോറിലേക്ക് പോൺ വെച്ച് കൺട്രോളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ D3ലേക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ഈ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബിഷപ്പ് വെച്ച് വെട്ടി വീണ്ടും അതേ ചെക്ക് തന്നെ വരും. പിന്നെ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്താലും വീണ്ടും പോണിനെ വെട്ടി ചെക്ക് വരും. അപ്പോഴെന്തായാലും ഈ D3ലേക്ക് തന്നെ മാറേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കിങ്ങിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയാണ് വൈറ്റിന് നല്ല മൂവ്. അടുത്ത ബിഷപ്പിനെ ചെക്കോട് കൂടി ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് F5ലെ പോണിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോഴും രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റൂക്ക് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ് വെച്ച് D4ലെ പോണിട്ട് എടുത്തുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാം. ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ
ക്യൂവിന് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ടിപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ് ഉപയോഗിച്ച് D4 പോണോട്ട് എടുക്കുന്നു. ബ്ലാക്ക് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ബിഷപ്പിനെ G7 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇതോടെ കിങ്ങിന് ചുറ്റുമുള്ള ഇത്രയും സ്ക്വയറുകൾ ബ്ലാക്കിൻ്റെ ബിഷപ്പുകളുടെ കൺട്രോളായിട്ടുണ്ട്. ഈ 2 സ്ക്വയറുകളിലേക്കും ക്യൂവിന് കൺട്രോളുണ്ട്. ഇവിടേക്ക് പോണിനും കൺട്രോളുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഒന്നുകിൽ കിങ്ങിന് D5 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരുന്നതുകൊണ്ടും അതുപോലെ ഈ റൂക്ക് ഉപയോഗിച്ചുള്ള ക്യൂവിനെതിരെയുള്ള അറ്റാക്ക് ബ്ലോക്കാകും എന്നുകൊണ്ടാവാം വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ D5 മൂവ് ചെയ്യുന്നു. എന്നാൽ അടുത്ത മൂവിൽ ബ്ലാക്ക് C6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുത്തോടെ ഗെയിം അവസാനിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് ഒരു സ്ക്വയറും ബാക്കിയില്ല. എല്ലാ സ്ക്വയറുകളിലേക്കും വൈറ്റിൻ്റെ പീസുകൾക്ക് കൺട്രോളുണ്ട്. കിങ് ചെക്കിലുമാണ്. അതോടെ ചെക്ക് മേറ്റായി. ഇവിടെ വൈറ്റിൻ്റെ അവസാനത്തെ മൂവ് കിങ് D5 മൂവ് ചെയ്യുന്നതിന് പകരം നൈറ്റ് വെച്ചാണ് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്തിരുന്നതെങ്കിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ നോക്കാം. എന്നാലും വൈറ്റിനിവിടെ അധികം സാധ്യതകളൊന്നുമില്ല. കാരണം ബ്ലാക്കിനിവിടെ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ D5 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E3 മൂവ് ചെയ്യാം. D5 മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ പോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ചോ ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. E3 മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു ഡിസ്കവേർഡ് ചെക്കും കൊടുക്കാൻ കഴിയും. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും ബ്ലാക്കിന് അടുത്ത മൂവിൽ ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ ഇട്ടെടുക്കാൻ കഴിയും. ഇതോടെ ബ്ലാക്കിൻ്റെ ക്യൂവിനെതിരെ ഉണ്ടായിരുന്ന ആ അറ്റാക്ക് ഒഴിവാക്കി കിട്ടുകയും ഇനിയിവിടെ ഒരു ക്യൂവിൻ എക്സ്ചേഞ്ച് നടന്നാൽ പോലും ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാനും കഴിയും. എന്തായാലും രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ ട്രാപ്പിന് ശ്രമിച്ച ഗെയിമായിരുന്നു ഇത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.